ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. മക്കളെ റിമ മിസ് ആണ് കേട്ടോ. നമ്മുടെ 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഫുഡ് ആൻഡ് ഹ്യൂമൻ അല്ലെ, ഭക്ഷണവും മനുഷ്യൻ എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൽ മക്കളെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് എന്ത് മക്കളെ, ഭക്ഷണവും അസമത്വവും, ഫുഡ് ആൻഡ് ഇൻഈക്വാലിറ്റി. ഓക്കെ, നമുക്കറിയാം അന്നത്തെ കാലത്ത്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അന്നെന്താ ഭക്ഷണത്തിന്റെ പേരിലൊക്കെ ഒരുപാട് ഇൻഈക്വാലിറ്റീസ്, അസമത്വങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. There were various types of inequality in our country related to food. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് അസമത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ ഡിഫറെന്റ് കാസ്റ്റിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലെന്നാ അന്ന് വളരെ വലിയ പ്രശ്നമായിരുന്നു. ഓക്കെ, സോഷ്യൽ ഇൻഈക്വാലിറ്റീസ് പ്രിവെന്റഡ് പീപ്പിൾ ഓഫ് ഓൾ ക്ലാസസ് ഫ്രം ഡൈനിങ് ടുഗദർ. സാമൂഹിക അസമത്വങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലെന്നാ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെതിരായിട്ട് നമ്മുടെ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ആളില്ലേ, സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറയുന്നത്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും, അല്ലാതെ എല്ലാ കാസ്റ്റിലുള്ള ആളുകൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിലെ ചേറായിൽ വെച്ച് മിശ്ര ഭോജനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി തുടങ്ങി വെച്ചു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു നോക്കിക്കോ. സഹോദരൻ അയ്യപ്പൻ, സോഷ്യൽ റിഫോമർ, അദ്ദേഹമാണ് മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ചത്. നോക്കിക്കോ, ഇന്റർ ഡൈനിങ് ഇനീഷ്യേറ്റീവ് നെയ്മഡ് മിശ്ര ഭോജനം വാസ് ഹെൽഡ് അറ്റ് ചേറ ഇൻ എറണാകുളം എഗെയിൻസ്റ്റ് ദിസ് ഡിസ്ക്രിമിനേഷൻ. എന്ത് ഡിസ്ക്രിമിനേഷൻ എതിരെയാ? അതായത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, അതിനെതിരെ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ കൊണ്ടുവന്നതാണ് മിശ്ര ഭോജനം. ഈ വിവേചനത്തിനെതിരെ, അതായത് ഈ ഒരു പ്രശ്നത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള സഹോദരൻ അയ്യപ്പൻ എന്ത് ചെയ്തു, നമ്മുടെ എറണാകുളത്തെ ചേറായിൽ വെച്ച് മിശ്ര ഭോജനം കണ്ടക്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മിശ്ര ഭോജനം കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ഇതിന് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിനെയൊക്കെ മറികടന്ന് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുകയുണ്ടായി. അപ്പോൾ മിശ്ര ഭോജനം ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ, സീ യു.